16-17 വയസ്സുള്ള കുഞ്ഞിനെയാണ് വിളിച്ചോണ്ട് സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ ചേട്ടാ. ഹോട്ടലിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി പ്രേമം നടിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഭയങ്കര ഇതാക്കിയിട്ടെല്ലാം വന്നിട്ട് നേരെ ഹോട്ടലിൽ വന്നു ഈ കൊച്ചിനെ യൂസ് ചെയ്യുകയാണ്. ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ അങ്ങനെ സജന ഫിറോസ് അവിഹിതം വെളുപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണ് പുള്ളിക്കാരത്തി അവിഹിത ബന്ധങ്ങളുമായിട്ട് പോയെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. ഒരു നാണവും ഇല്ലാതെ ഈ സ്ത്രീക്ക് എങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഫിറോസ് ഖാനും 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെടുത്ത് മോശമായിട്ട് പെരുമാറിയെന്നും അതിൻ്റെ വോയിസ് ക്ലിപ്പും ഇതെല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് അവർ വന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഇവർ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഫിറോസ് ഖാനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഈ പുള്ളിക്കാരത്തി പോയതിൻ്റെ അത്രയും ബന്ധങ്ങളിലോട്ട് പോയിട്ടുണ്ടോ എന്ന്. എന്തായാലും തെളിവുകളുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു തെളിവുകളും പുറത്തു വിടുന്നില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ സജിനയുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കാണാം. എന്തിനാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? വേണ്ട, ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇവൻ്റെ പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട. ഓക്കെ, ഫിറോസ് ഖാൻ ആളത്ര ശരിയല്ലാത്തതിൻ്റെ പേരിലാണ് വേറെ ബന്ധങ്ങൾ തപ്പി പോയത്, മനസ്സിലായോ? അതായത് ഫിറോസ് ഖാൻ്റെ അടുത്ത് ഒരു റിവെഞ്ച് എടുത്തതാണ്. എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലേ ആ മക്കളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. ആ പിള്ളേർ നാളെ ഒരു കാലത്ത് സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കുമ്പം അവർ ഫേസ് ചെയ്യുന്ന മാനക്കേട് എന്തായിരിക്കും? ഇപ്പോഴും സ്റ്റിൽ ഇവരുടെ ഈ ഇൻ്റർവ്യൂ കാണുമ്പം അവരുടെ ഉമ്മ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പം അവർക്ക് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാവും? യാതൊരു വിവരമില്ല കേട്ടോ ഇവർക്ക്. എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കും. സംഭവം മനസ്സിലായല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഫിറോസ് ഖാൻ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സജിന മലപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൽബത്തിലെ ഡയറക്ടറുമായിട്ട് റിലേഷൻ ആകുന്നു. അങ്ങനെ അത് പൊക്കിയതിന് ശേഷം ആൽബത്തിലെ പ്രൊഡ്യൂസറുമായിട്ട് റിലേഷൻ ആകുന്നു. ആ പ്രൊഡ്യൂസറുമായിട്ട് ഒളിച്ചോടി പോകുന്നു. ആ ഒളിച്ചോടി പോയ സമയത്ത് സജിനയും ആ പ്രൊഡ്യൂസറും കൂടെ ചേർന്നിരുന്ന ഒരു വീഡിയോ എടുത്ത്, അതായത് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ കൂടിയിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്, എനിക്ക് ഫിറോസ് ഖാൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ട് ഈ പുള്ളിക്കാരത്തി തന്നെ ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ഞാൻ റിവെഞ്ച് തീർത്തതാണ്, ഞാൻ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്ത ബന്ധമൊന്നും അല്ലെങ്കിലും ഫിറോസ് ഖാൻ ഇട്ട് എനിക്കൊരു പണി കൊടുക്കണമായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. അതായത് ബാക്കിയുള്ളവൻ്റെയും കൂടെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഇപ്പം എന്തായാലും ആ പ്രൊഡ്യൂസർ എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. എൻ്റെ പൊന്നളിയാ, നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വന്ന് പ്രതികരിക്കും. വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സജിന സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മളെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ലില്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിൻ്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ. സജിന ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ് പോലെ. അയ്യോ, പണിഷ്മെന്റ് കൊടുത്തതാ കേട്ടോ. ബാക്കിയുള്ളമാരുടെ ജീവിതം ബലികേടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിഷ്മെന്റ്. എന്തായാലും കൊള്ളാം. യാതൊരു ഉളുപ്പമില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇത് എന്തോരം കഥയാണത്. ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒരു സിനിമ എടുക്കാനുള്ള കഥയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവിഹിതങ്ങൾ വന്നിരുന്ന് വർണ്ണിക്കുക. എനിക്ക് തോന്നുന്നില്ല ഈ പുള്ളിക്കാരത്തിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നതൊന്നും ഒരു വിഷയമല്ലെന്ന്. യാതൊരു കൂസലുമില്ലാതെയാണ് വന്ന് സംസാരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കാര്യമാണ് അവരുടെ മാനം, അല്ലേ? അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിലയും സമൂഹത്തിൽ കാണത്തില്ല. നിങ്ങൾ സത്യം പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് ഇത് വർണ്ണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നിങ്ങളെ സമ്മതിച്ച് തരണം.
നിങ്ങൾ ബെറ്റർ മിണ്ടാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ മറ്റേ പിള്ളേരുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. എന്തായാലും നിങ്ങൾ നാറി. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് സത്യമാണ്, ഫിറോസ് ഖാനും ആൾ ശരിയല്ല, രണ്ടും കണക്കാ. ഒരുത്തനെ ഞാൻ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ സജിനെയാണ് അവിഹിതത്തിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരാ? ഫിറോസ് ഖാൻ. ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിൻ്റെ കുറേ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ അവൻ കരഞ്ഞ് സജിന ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ. അവൻ്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഒരുത്തി ഇറങ്ങിപ്പോയിട്ട് കരഞ്ഞ് കാല് പിടിച്ച് വിളിച്ചുകൊണ്ട് വരുവാണ്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിറോസിനെ വേണം സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണ്ടേന്ന്. എത്ര കൂളായിട്ടാണ് വന്നിരുന്നത് സജിന ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് ഈ ഒളിച്ചോടാൻ തിരഞ്ഞെടുത്ത പ്രൊഡ്യൂസറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇവനെ വേണ്ട, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണത്. അല്ല, ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ചേട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞു, വളരെ വിചിത്രമായിട്ടുള്ള പ്രതികാരമായി പോയല്ലോ. ഇതിനൊന്നും ആൻസർ അല്ല സജിനയ്ക്ക്. ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് നാണം കെടാൻ പറ്റുമെന്ന് സജിന തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, ഒരു സ്ത്രീ വന്നിരുന്നിട്ട് ഭയങ്കര കാര്യമായിട്ട് അവരുടെ അവിഹിത കഥകൾ ഇങ്ങനെ വിളിച്ചു പറയുവാണ്. കുറേ ആൾക്കാരുടെ പേരൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. MDMA കേസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. സജിന സത്യം പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെയൊക്കെ ഇതിനകത്ത് അനാവശ്യമായിട്ട് പിടിച്ചിടുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാര്യം എന്തായാലും നാറി, ഇനി ബാക്കിയുള്ളവരെ എല്ലാവരും കൂടെ ഇതിനകത്ത് ഞങ്ങൾ എടുത്തിട്ട് കൊടുത്തേക്കാം, ആ ഒരു മൈൻഡിലാണ് നടക്കുന്നത്. ഒരൊറ്റ കമൻറ്റ് ഞാൻ കണ്ടില്ല സജിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള. കാര്യം സമൂഹം കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞ് നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കുക എന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പോൾ വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫെയർ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെൻറ്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എൻ്റെ കൊച്ചു പ്രായവുമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും അഞ്ചാറ് വാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു. കൊല്ലത്ത് തന്നെ? അല്ലല്ല, മലപ്പുറം ആ ഏരിയയിലായിരുന്നു. ഓ ശരി. അത് അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോകുന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ചു കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അപ്പോൾ ഈ കൂടെ വന്നയാളോ? അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എൻ്റെ ഇത് ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലെ ഞാൻ തമാശക്ക് നോക്കിയതാണ്. എന്നിട്ട് ആദ്യം പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ, ആരായാലും ചില പഞ്ചാര വാക്കിൽ വീണ് പോകും, പിന്നെ പറയുന്നത് ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന്. ഇപ്പോഴും തുറന്നു പറയാനായിട്ടുള്ള ആ ഒരു ഗട്ട്സ് കാണിക്കുന്നില്ല. സംഭവം ഒളിച്ചോടി പോയത് തന്നെ. ഫിറോസ് ഖാൻ പറഞ്ഞത് വളരെ സത്യമാണെന്ന് ഇതിന് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ സംസാരത്തിൽ നിന്ന്. നാണോ മാനം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമോ? ആ സത്യം പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ഈ പുള്ളിക്ക് തന്നെ നാണം തോന്നുന്നു. നിങ്ങൾ ഈ പുള്ളിയുടെ ഫേസ് ശ്രദ്ധിച്ച് നോക്ക്. എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ്റെ. നമ്മൾ ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ടല്ലേ എങ്ങനെ ഇരിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിയും പറ്റിച്ചതാണെന്ന്. എന്ത് നാണമുണ്ട് ഈ സ്ത്രീക്ക്. ആ വ്യക്തിയൊക്കെ ഒന്ന് പറയണം, അതാ ചെയ്യേണ്ടത്. ആ പഴയ കാമുകൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും കൂടെ നന്നായിരിക്കും. ഇവിടെ തനിക്കണം ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഇനിയിപ്പോൾ അറിയാനൊന്നുമില്ല. എന്തായാലും സജിനയുടെ ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അവിഹിത ഫയൽസ്, അത് ഈ അടുത്ത കാലത്ത് അങ്ങ് തീരുന്ന ലക്ഷണമൊന്നുമില്ല. ഒരു മിനിമം ഒരു ക്വാളിറ്റി വേണ്ടടേ. റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ ആയിക്കോ, കുഴപ്പമില്ല. പക്ഷെ കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ പോവാന്ന് പറയണത് വളരെ തെറ്റാണ്. എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഒരാളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ അറിയാമോ എവിടെയുണ്ടെന്നോ എന്താണെന്നോ അറിയാം? ഒന്നുമില്ല, അവര് അന്നേ നമ്മൾ അതെല്ലാം വിട്ട കാര്യം. അതിന്റെ പേര് കേസോ വഴക്കോ ഉണ്ടായോ? ഒന്നുമില്ല. അത് ആ സംഭവം. അപ്പൊ സജിനെ തേടി ഇദ്ദേഹം മലപ്പുറത്ത് വന്നോ? എവിടെ നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നോ? ഞാൻ തിരിച്ചു വന്നു ഇങ്ങോട്ട്. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു ഷൂട്ടിന്റെ പർപ്പസ് ആയിട്ട് പോയ സാധനമാണത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിന്റെ ആൽബത്തിന്റെ ഷൂട്ടിംഗ് എടുക്കാൻ പോകുന്നിടത്താണ് അവിഹിതം. എന്തായാലും തീർന്നിട്ടില്ല.
ഇനി നമുക്ക് ഫിറോസ് ഖാൻ്റെ കഥ നമുക്കൊന്ന് കേൾക്കാം. ഫിറോസ് ഖാനെ പറ്റിയിട്ടും കുറ്റം പറയുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ നല്ലവനായ ഉണ്ണി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അയാളുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ അയാളെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസോ എവിഡൻസോ ഒന്നും നിലവിൽ ഈ പുള്ളിക്കാരത്ത് പുറത്ത് വിട്ടില്ല. എല്ലാം വായും കൊണ്ട് പറയുന്ന ഡയലോഗുകളേ ഉള്ളൂ. ആ വോയിസ് ഉണ്ട്, ഈ വോയിസ് ഉണ്ട്, പക്ഷേ അത് നിയമപരമായിട്ട് ഞാൻ പോയിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെയാണ് കിടന്ന് പറയുന്നത്. അണ്ടിലാനുള്ള ആ ഒരു വിക്ടിമിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്തായാലും ഫിറോസ് ഖാനെ പറ്റിയിട്ട് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പൊക്കുവാണ്. അതായത് അതിനുശേഷം ഞങ്ങളൊരു സൂര്യജോടി നമ്പർ 1 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോകുന്നു. സൂര്യ TV-യിൽ. അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ചിനെ കയറി ഞങ്ങളെല്ലാവരും കൂടെ പാർട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പോൾ ആ കൊച്ചു എൻ്റെ അടുത്ത് സത്യാവസ്ഥ പറയുന്നുണ്ട്. അവരുടെ കൂടെ നിന്ന് പറഞ്ഞ് ഞാനല്ല ഫിറോസ് ഖാൻ കയറി പിടിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ ഫ്രഞ്ച് ചെയ്യുന്നതും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് അപ്പം രണ്ടുപേരും ഒരു പെണ്ണിനെ തൊടുമ്പം ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, പെടുമ്പം നമ്മൾ കുതറി മാറുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അതും കണ്ടുകൊണ്ട് മിണ്ടാതെ തിരിച്ച് വീട്ടിൽ പോയി ഇല്ലേ? എന്തുകൊണ്ട് ആ സമയത്ത് അത് പ്രതികരിച്ച് സംസാരിച്ചില്ല? അല്ലെങ്കിൽ ഫിറോസ് അങ്ങനെയുള്ള ഒരുത്തനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ബന്ധം അന്നേ ഉപേക്ഷിക്കാൻ നോക്കിയില്ല? നേരെ മറിച്ച് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അവിഹിതം എന്നും പറഞ്ഞിട്ട്. ഇപ്പം ചിലർ പറയുന്നത് 9 അവിഹിതവും ചിലർ പറയുന്നത് 6 അവിഹിതവും. ഇത്ര നമ്പർ ഇതുവരെ ഒന്നും ക്ലിയർ ആയിട്ടില്ല. അല്ലല്ല, ഒരു ആക്ടറാണ്. അപ്പോൾ അത് വന്ന് കണ്ടുപിടിച്ചു. അതും ഇതുപോലെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ പോയി. അത് ഈ അപ്പോഴും ഫിറോസിന്റെ പിന്നാലെ ചാരക്കണ്ണുണ്ടായിരുന്നു സജിനയുടെ, അല്ലെ? അതോ യാദൃശ്യമായിട്ട് കണ്ടതാ? അത് യാദൃശ്യമായിട്ട് കണ്ടതാ. എനിക്ക് വിശ്വാസം പുള്ളി കുറേ നാൾ അങ്ങനെ ജീവിച്ചപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ സംശയമില്ല. ഇതൊന്നും ഞാൻ സംശയം കൊണ്ട് ചെയ്ത കാര്യങ്ങളേ അല്ല. എന്തോ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, എന്തോ കാരണം കൊണ്ട് എൻ്റെ ലൈഫിലോട്ട് വന്നു. ഈ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എൻ്റെ ലൈഫിലോട്ട് വന്ന് ചേരുന്ന സാധനങ്ങളാണ്, അതാണ് ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. ഒരു മനുഷ്യരും കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം അമ്മാതിരി പരിപാടികളാണ്. ഈ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റസൂൽ പൂക്കുട്ടി എൻ്റെ ബാപ്പയാന്നൊക്കെ പുള്ളിക്കാരത്തി വിളിച്ച് പറയുന്നുണ്ട്. ആ വാപ്പയെടുത്ത് പറയുന്ന ഡയലോഗ് നമ്മൾ കേട്ടതാണ്. എനിക്ക് തന്നെത്താൻ കൊച്ചുണ്ടാവത്തില്ലല്ലോ, നിങ്ങളായിട്ട് വന്ന് കൊച്ചുണ്ടാക്കിയതാണല്ലോ. വാപ്പയെടുത്ത് പറയുന്ന ഡയലോഗാണ്. എൻ്റെ ദൈവമാണ് എന്തൊക്കെയാ വന്ന് പറയുന്നത്. എന്നിട്ട് വാപ്പ എന്ത് ചെയ്യേ? വാപ്പയെ കാണാനില്ലല്ലേ? ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് ആത്മാർത്ഥതയുണ്ട് ഇവരുടെ കുട്ടികളുടെ അടുത്തൊക്കെ. ഈ പറയുന്ന അയാളുടെ കേസ് എടുത്താലും റസൂൽ പൂക്കുട്ടി എടുത്താലും അയാൾക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല. അയാളുടെ ഭാര്യയുടെ അടുത്തായാലും അയാളുടെ കുട്ടിയുടെ അടുത്തായാലും ഒരു ആത്മാർത്ഥതയില്ല. ഇങ്ങനെ നടക്കുമോ? കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങൾ മാക്സിമം അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഔൺ ചെയ്ത് നിൽക്കുക. അല്ല ഈ നിങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ലെങ്കിൽ പോയി പിന്മാറുക. അല്ലാതെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾ കാണിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. കല്യാണത്തിന് മുന്നേ എല്ലാവർക്കും റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാറുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. പക്ഷെ എന്നാലും ഞാൻ നോർമലൈസ് ചെയ്ത് പറയുന്നതല്ല. പക്ഷെ എന്നാൽ പോലും ഒരു മര്യാദ വേണ്ടിടേ. ആ കുട്ടികളെ എന്ത് തെറ്റ് ചെയ്ത് നിങ്ങളുടെയൊക്കെ വയറ്റിൽ വന്ന് പിറന്നു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ കുട്ടികൾ ചെയ്തിട്ടുള്ളൂ. ഇനി 17 വയസ്സുള്ള കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ പുള്ളി എന്നെ വിളിച്ച് കരയുമായിരുന്നു. സജിന, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യും. 17-കാരിയുടെ ആ ഒരു സാഹചര്യം എന്തായാലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ ഈ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എല്ലാ പോകൃതങ്ങളും പണ്ടേ ഞാൻ അറിയുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് പുള്ളിയുടെ എല്ലാ തെളിവ് സഹിതം എൻ്റെ കയ്യിൽ പല പെണ്ണുങ്ങളും എന്നെ വിളിച്ച് കരഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ പറയാം, നിങ്ങൾ അനുഭവിക്കണം. ഇതിന് മുന്നേ ഒരു കാര്യങ്ങളും ഞാൻ അവരുടെ വീട്ടുകാർക്ക് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കുറച്ച് മോശമായിട്ട് പോകുന്നുണ്ട്, നോക്കിക്കോണേ. പിന്നെ ഒരു ബിഗ് ബോസിൽ ഒരു താരം ഒരു പെണ്ണുമായിട്ട് പോയി ദുബായിൽ പോയിട്ട് ദുബായിലല്ല, മുംബൈയിലോ ഗർഭത്തിൻ്റെ പേരും പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടി എടുത്ത സെറ്റിൽമെൻറ്റിന് വേണ്ടി 3 കോടി രൂപ ചോദിച്ച വ്യക്തിയാണ് സജിന ഫിറോസ്. അപ്പോൾ സജിന ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഓരോ മനുഷ്യർ, അതായത് ഫിറോസിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പം സജിനയ്ക്കും യോഗ്യതയില്ല. മനസ്സിലായോ? ഇനി ഈ 17 വയസ്സുള്ള കുട്ടിയുടെ കേസ് സത്യമാണെങ്കിൽ ഫിറോസ് ഇതിനൊരു മറുപടി തരണം. കാര്യം ഫിറോസ് മുൻകൂട്ടി ഈ ഒരു സാധനം അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേരിൽ ഇനി ബോക്സൊക്കെ കൊണ്ടുവന്ന് ഇടുമെന്നുള്ളൊരു സാധനം മുൻകൂട്ടി അടിച്ചതായിട്ടായിരിക്കും ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ ഒരു സത്യം തെളിയട്ടെ.
കാര്യം പ്രായപൂർത്തിയാവാത്തവരെയൊക്കെ ഇതിനകത്ത് ബലിയാടാക്കുക എന്നൊക്കെ പറയണത് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല, അത് ഭയങ്കര വലിയ കാര്യമാണ്. ഇവരുടെ വീഡിയോ ഒക്കെ കേരള പോലീസൊക്കെ കാണുന്നുണ്ട്, അത് മോണിറ്റർ ചെയ്യണം. തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം. ഡൽഹിയിൽ ഒന്നുകൊണ്ട് പോയിട്ട് അവിടെ പോയി കുറച്ച് ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് ഇവർ റോഡിൽ കിടന്ന് മേഞ്ഞതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ചേട്ടാ. കാരണം ഞാൻ എന്ത് ചെയ്താലും ഫിറോസ് ഖാനും അറിയാമായിരിക്കും, ഫിറോസ് എന്ത് ചെയ്താലും ഞാനും അറിയുമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ എനിക്ക് പിന്നെ ഈ പുള്ളി എൻ്റെ ലൈഫിൽ നിന്ന് പോയ ആളെ ഞാൻ പിന്നെ പിടിച്ചെനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ എന്നിട്ട് സഹിച്ച് മിണ്ടാതിരുന്നത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചൊറിയാൻ വേണ്ടെന്ന് നമ്മൾ ഒരു ദിവസം നമ്മൾ പറയുമല്ലോ, എത്രയെന്ന് പറഞ്ഞാലും നമുക്ക് തിരിഞ്ഞ് കയറി കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ് പറയേണ്ട ആവശ്യം വരും. അങ്ങനെയാണ് ഈ സത്യാവസ്ഥകളെല്ലാം പറഞ്ഞ് ഞാൻ കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ കൊച്ചിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു, ആ കുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് 16-17 വയസ്സുള്ള കുഞ്ഞിനെയാണ് വിളിച്ചുകൊണ്ട്, സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ ചേട്ടാ. എത്ര വർഷം മുമ്പ്? ഇപ്പം ഇപ്പം ആ കൊച്ചിന് 18 വയസ്സായിട്ടുണ്ട്. ഈ ഫെബ്രുവരി ഒരു കൊല്ലം ആയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത സമയത്താണ് കേട്ടല്ലോ. ഫിറോസിനെ പറ്റിയാണ് പറയുന്നത്. സ്വന്തം മകളുടെ പ്രായമുള്ള കുട്ടിയായിട്ട് റിലേഷൻ ആയിരുന്നു, ഇതാണെന്നൊക്കെയുള്ള രീതിയിൽ ഫിറോസ് ഖാൻ തീർച്ചയായിട്ടും ഇതിന് വന്നൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ മണ്ടയിലുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ആയിരിക്കും. ഫിറോസ് ഇങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം ചെറ്റത്തരമാണ്. അപ്പോൾ ഫിറോസിന് യാതൊരുവിധ യോഗ്യതയില്ല ഇങ്ങനെ വന്നത് സംസാരിക്കാനായിട്ട്. കാര്യം പ്രായപൂർത്തിയാവാത്ത കേസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്സോ കേസാണ്. ഫിറോസ് അകത്ത് പോകുന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഒരു പെൺകുട്ടി അങ്ങനെ വന്ന് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഫിറോസ് കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു DGPക്ക് ഒക്കെ കൊണ്ടുവന്ന് ആദ്യമേ ഒരു കേസ് കൊടുത്തത്. പിന്നെ സജിന കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ കേസായിട്ട് മാറത്തല്ലോ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ 2 എണ്ണം മിണ്ടാതെ നിൻ്റെയൊക്കെ കാര്യം നോക്കി പോകണമായിരുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി നീയൊക്കെ എന്തെങ്കിലും പരിപാടിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നിന്നെയൊക്കെ മൈൻഡ് ചെയ്യുമോ? സജിനയ്ക്കൊക്കെ ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി നേരെ ഇവ നടക്കാൻ പറ്റുമോ? ഇത്രയും തോന്നിവാസ കഥകളാണ് നിങ്ങളുടെയൊക്കെ പിന്നിൽ നടന്നുകൊണ്ടിരുന്നത്. ഇനി അതും പോരാത്തതിന് എനിക്ക് ആ പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. കാര്യം തന്തമാരും തള്ളമാരും ചെയ്യുന്ന തെറ്റുകളിൽ ബലിയാടാവുന്നത് ആ പിള്ളേരാണ്. കാര്യം അവർ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്തായാലും ഈ കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് കളിയാക്കി അടിയുകയും ചെയ്യാം. നിൻ്റെ അമ്മയ്ക്ക് ഇതണക്കുള്ള അവീതമുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെയുള്ള രീതിയിൽ അവരെ കളിയാക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും, 100% വരും. അപ്പം അവിടെ അഫക്റ്റഡ് ആവുന്ന ഈ കുട്ടികളാണ്. അതിനെപ്പറ്റി പോലും ഒരു വിചാരമില്ല എന്ന് പറയുമ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പിള്ളേരെയൊക്കെ ഇവരുടെ അടുത്തുനിന്ന് സേഫ് ആക്കണം, അതാ ചെയ്യേണ്ടത്. ആ സമയത്താണ് ഹോട്ടലിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഈ പ്രേമം നടിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഭയങ്കര ഇതാക്കിയിട്ടെല്ലാം വന്നിട്ട് നേരെ ഹോട്ടലിൽ വന്നു ഈ കൊച്ചിനെ യൂസ് ചെയ്യുകയാണ്. അത് പറയുന്നുണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡ് ഫുൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. നിയമപരമായിട്ടാണ് അത് നിയമപരമായിട്ട് തന്നെ ഞാൻ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചു കടന്ന് പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് പേടിയാണ്. അതിൻ്റെയും പൊട്ടത്തരത്തിൽ ഈ പറഞ്ഞ കണക്ക് പോയതായിരിക്കാം. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു, അങ്ങനെ സംസാരമായിരുന്നു. അങ്ങനെ ഇതിനെ ഉപയോഗിച്ചതിന് ശേഷം ഇതിനെ ഒഴിവാക്കാൻ കണ്ടത് ഇവൾ ഏതൊക്കെയോ ആണുങ്ങളെ മെസ്സേജ് ചെയ്യുന്നു, ഏതൊക്കെയോ പെണ്ണുങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ അലിഗേഷൻ പറഞ്ഞിട്ട് ഇവന് സൈബർ സെല്ലിൽ ആരൊക്കെയോ പരിചയമുണ്ട്, നിന്നെ പൊക്കൂടി എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ വരട്ടിയാണ് ഈ കൊച്ചിനെ ഒഴിവാക്കുന്നത്. അതും ട്രോമയിലൊക്കെ പോയിട്ടാണ് നിന്നത്. അതും പറയുന്നുണ്ട്, ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വീട്ടുകാരെ അറിയിപ്പിച്ചിട്ടില്ല. അതിപ്പോഴും വീട്ടുകാരെ അറിയിപ്പിച്ചില്ല. അവരെ കുറച്ച് കസിൻസൊക്കെ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എന്നാൽ പിന്നെ മോളൊരു പെറ്റീഷൻ കൊണ്ട് നമുക്ക് 2 രൂപ, നിൻ്റെ പേരോ നീ ആരോ ഒന്നും ഞാൻ വെളിയിലാക്കത്തില്ല, നമുക്കൊരു കൊടുക്കാം. കാരണം ഇവൻ ഇങ്ങനെ നിൽക്കുമ്പം ആ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പം പറഞ്ഞു ആയത്താ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കേസ് കൊടുക്കാം. കേസ് കൊടുക്കുമ്പോൾ എന്തായാലും സത്യാവസ്ഥ തെളിയുമല്ലോ, എന്തായാലും തിരക്കുമല്ലോ. അപ്പം മോള് കാര്യമായിട്ട് പറഞ്ഞാൽ മതി, ഇങ്ങനെയൊക്കെയാണ്. മോളുടെ പേരോ മോളുടെ വീട്ടുകാരോ ഒന്നും ഞാൻ വലിച്ചിടത്തില്ല, പറയത്തുമില്ല. മോളും പറയണ്ട, നീ അത് മേടിക്കേണ്ട, അതിൻ്റെ ഉറപ്പ് ഞാൻ തരുന്നു. എനിക്കും പെങ്കൊച്ചുങ്ങളുള്ളതാണ്, ഒരിക്കലും ഞാൻ നിന്നെ പുറത്തിടത്തില്ല എന്നുള്ള എല്ലാ റെക്കോർഡും നമ്മളിലുണ്ട്. എൻ്റെ സംസാരിച്ച എല്ലാ റെക്കോർഡും അത് ഏറ്റു പറയുന്നതും അതിനെ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ള പറയുന്ന തൊട്ട് ഇവൻ കൊണ്ട് യൂസ് ചെയ്ത് രണ്ടാമത് ഇവൻ വിളിച്ച് യൂസ് ചെയ്യാൻ ഇവരൊരു വണ്ടി ഏതാണ്ട് അവിടെ നിന്നുകൊണ്ട് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അപ്പോഴും ഇവൻ വിളിച്ച അതിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോഴത്തേക്ക് എനിക്കിത്ര മനസ്സിലായി ഇവൻ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു കുട്ടിയെ പറ്റിയിട്ട് പറഞ്ഞത്. ആ കുട്ടിയുടെ വോയിസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെളിയിൽ വിടുന്നത് വളരെ നന്നായിരിക്കും. കാര്യം വോയിസ് മോഡുലേറ്റ് ചെയ്തിട്ട് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാത്ത രീതിയിൽ വേണമെങ്കിൽ വോയിസ് കേൾപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. കേസ് കൊടുത്തതിന് ശേഷം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കുകയോ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇത് തെളിവില്ലാത്ത പക്ഷം നമുക്ക് ഒരാളെ വന്നിരുന്ന് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്തായാലും ഫിറോസ് ഖാൻ ഇങ്ങനെയുള്ള തെമ്മാടത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി തീർച്ചയായിട്ടും കൊടുക്കണം. കാര്യം മിണ്ടാതിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാര്യം ഇത് വളരെ സീരിയസ് അലിഗേഷനാണ്. എന്തായാലും സജിനയുടെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സജിന എന്താണ്, സജിനയുടെ സ്വഭാവ രീതി എന്താണെന്ന് മനസ്സിലായതാണ്. വീണ്ടും അതായത് ഇനി എത്ര നാണം കെട്ടാലും ഈ സ്ത്രീക്ക് ഒരു വിഷയമില്ല. പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ടാണ് ഈ സ്ത്രീ പറയുന്നത്, ഞാൻ അങ്ങനെ പോയി, ഞാൻ ഇങ്ങനെ പോയി, മറ്റേതാണ് മറിച്ചതാണ്. എൻ്റെ വാപ്പയുടെ കണക്കാണ് ഞാൻ റസൂൽ പൂക്കുട്ടിയെ കാണുന്നത്. എന്നിട്ടാണ് വാപ്പയുടെ അടുത്ത് പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് കാശ് വിലപേശാനായിട്ട് ശ്രമിച്ചത്. മൊത്തത്തിൽ ഒരു
ഊടായിപ്പ് ടീമുകൾ. ഫിറോസ് ആയിക്കഴിഞ്ഞാൽ സജിൻ ആയിക്കഴിഞ്ഞാൽ എല്ലാം കണക്കാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.